ശരി. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് മാസമുറയുണ്ടാകുന്ന സമയം മുതൽ നിങ്ങൾ സാനിറ്ററി പാഡുകൾ ഉപയോഗിച്ച് തുടങ്ങണം. ഇത് വളരെ കഷ്ടപ്പെടുത്തുന്ന സമയമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് എല്ലാ പെൺകുട്ടികളും അനുഭവിക്കുന്നതാണല്ലോ. സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുന്നത് വളരെ എളുപ്പമാണ്. ഞാൻ അതിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയാം. ആദ്യമേ അതിന്റെ കനത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ. അധിക രക്തസ്രാവമുള്ള ദിവസങ്ങളിൽ നല്ല കട്ടിയുള്ളവയും കുറവായിരിക്കുമ്പോൾ കട്ടി കുറഞ്ഞവയും മതി. രണ്ടാമതായി വലിച്ചെടുക്കുന്ന സവിശേഷതയാണ്. പാഡിന്റെ പാക്കറ്റിൽ പാഡ് വലിച്ചെടുക്കുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. രക്തസ്രാവം കൂടുതലുള്ള ദിവസം നിങ്ങൾക്ക് വേണ്ടത് മാക്സി പാഡ്, കുറവായിരിക്കുന്ന ദിവസം ഒരു നോർമലായിട്ടുള്ളത് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. സാനിറ്ററി പാഡ് എങ്ങനെ ധരിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യമേ നിങ്ങൾ ഒന്നുകിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നിന്നുകൊണ്ടോ ധരിക്കാമെങ്കിലും അണ്ടർവെയർ കാൽമുട്ടുകൾക്കും താഴേക്ക് ഇറക്കണം എന്ന് ഓർക്കേണ്ടതാണ്. രണ്ടാമതായി സാനിറ്ററി പാഡിൽ നിന്നും റാപ്പർ നീക്കം ചെയ്യണം. നിങ്ങളിത് വലിച്ചെറിയേണ്ടതാണെങ്കിലും ഒരിക്കലും ടോയ്ലറ്റിലേക്ക് ഇടാൻ പാടില്ല. ഇത് ഫ്ലഷ് ചെയ്യാനാവില്ല. അടുത്തതായി സാനിറ്ററി പാഡിന് പുറകുവശത്തുള്ള കട്ടിയുള്ള സ്ട്രിപ്പ് നീക്കം ചെയ്യുക. ഈ ഭാഗമാണ് നിങ്ങളുടെ പാൻറ്റീസിലേക്ക് ആഴ്ന്നു ചെല്ലുന്നത്. ഇത് യോനിയുടെ താഴെയായി വെക്കണം. നിങ്ങൾ ഇത് ഒരുപാട് പിന്നിലേക്കായോ അല്ലെങ്കിൽ വല്ലാതെ മുന്നിലേക്കായോ വെക്കേണ്ടതില്ല. അവസാനമായി പാഡ് അണ്ടർവെയറിൽ നിന്നും ഊരിയെടുക്കുമ്പോൾ വെറുതെ വലിച്ചെടുത്താൽ മതി. ഓർക്കേണ്ട ഒരു കാര്യം, ഓരോ 2 അല്ലെങ്കിൽ 3 മണിക്കൂറിൽ പാഡ് മാറ്റിക്കൊണ്ടേയിരിക്കണം. പാഡ് ധരിച്ചിരിക്കുന്ന സമയത്ത് ഒരു പിടുത്തം തോന്നിയേക്കും. നിങ്ങൾക്കത് അയച്ചോ മുറുക്കിയോ കെട്ടണമെന്ന് തോന്നും. എങ്ങനെയായാലും പാഡ് നിങ്ങളുടെ ശരീരവടിവിനൊത്താണ് പിടിച്ചിരിക്കുക. ഇത് അത്ര പുറത്തേക്ക് കാണുകയൊന്നുമില്ല, വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതുമില്ല. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇമെയിൽ അയയ്ക്കുക, അല്ലെങ്കിൽ താഴെ കാണുന്ന കമന്റ് കോളത്തിൽ രേഖപ്പെടുത്തുക. മറക്കരുത് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ.